ഇത് സിനിമാ ലോകം, മലയാള സിനിമാ ലോകം, മോളിവുഡ് ചോദ്യം ചെയ്യപ്പെടുകയും വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യുന്ന കാലമാണ്. ഒരുപാട് സിനിമകളിലൂടെ യുവാക്കളെയും യുവതികളെയും പൊതുജനത്തെയും ഒക്കെ ആകർഷിക്കുകയും ആരാധിപ്പിക്കുകയും ചെയ്തിട്ടുള്ള നക്ഷത്രങ്ങൾ, ആകാശത്ത് നിൽക്കുന്ന നക്ഷത്രങ്ങൾ, ഭൂമിയിലേക്ക് ഇറങ്ങി വരാത്ത നക്ഷത്രങ്ങൾ, ആ നക്ഷത്ര സിംഹങ്ങൾ കൂട്ടിലകപ്പെട്ട ഒരു കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഗതികേടിലേക്ക് നമ്മുടെ നടന്മാർ എത്തിപ്പെട്ടപ്പോൾ അവർ ചെയ്തിരിക്കുന്നത് എന്താണ്? ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കുന്നു. എന്താണ് ഈ ധാർമ്മിക ഉത്തരവാദിത്വം? ധാർമ്മിക ഉത്തരവാദിത്വം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ധർമ്മവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ധാർമ്മിക മൂല്യങ്ങൾ പാലിക്കുക എന്നാണ് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കുന്നു എന്നോ അല്ലെങ്കിൽ ധാർമ്മിക ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതിനർത്ഥം സത്യസന്ധത, അതുപോലെ തന്നെ നീതിനിഷ്ഠ, ഇങ്ങനെയുള്ള മൂല്യങ്ങൾ, ആ മൂല്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിലകൊള്ളും എന്നാണല്ലോ അതിനർത്ഥം. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ധർമ്മം ഉണ്ടാവുന്നത് മതപരമായ അനുഷ്ഠാനങ്ങളിലൂടെയും മതപരമായ രീതികളിലൂടെയും മതവും ധർമ്മവുമായിട്ട് അങ്ങേയറ്റം ബന്ധപ്പെട്ട് നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. അഥവാ ധർമ്മം പാലിക്കുന്ന ഒരാൾ, അയാൾ ഒരിക്കലും തന്നെ സ്ത്രീ പീഡനത്തിന് മുതിരുകയില്ല, അയാൾ ഒരിക്കലും തന്നെ ബലാത്സംഗത്തിന് മുതിരുകയില്ല, അയാൾ ഒരിക്കലും തന്നെ ഈ കൗച്ച് എന്ന് പറയുന്ന സംഭവമുണ്ടല്ലോ, അതായത് അഭിനയിക്കാനും വലിയ താരമാക്കാനും സ്റ്റാറാക്കാനും ഒക്കെ തന്നെ പ്രതിഫലമായിട്ട് ലൈംഗിക പൂർത്തീകരണം അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ള ഒരു സംഗതിയാണല്ലോ കൗച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി മുതിരുന്നവർക്ക് എന്ത് ധാർമ്മികതയാണുള്ളത്? ധാർമ്മികതയുണ്ടെങ്കിൽ ഇത്തരം പരിപാടികൾ നടക്കുമോ? ഇത്തരം പരിപാടികൾക്ക് മുതിരുമോ? അപ്പോൾ അവിടെ ധാർമ്മികത ഇല്ലാത്ത ഒരു കൂട്ടർ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കുന്നു എന്ന് പറയുന്നത് കേട്ട് വിശ്വസിച്ച് മണ്ടന്മാരായിരിക്കാൻ മാത്രം വിഡ്ഢികളാണോ ഈ നാട്ടിലെ ജനങ്ങൾ? ഈ ധാർമ്മികത പാലിക്കാത്ത ആളുകൾ, ധർമ്മം എന്തെന്നറിയാത്ത ആളുകൾ, ധർമ്മത്തിൻ്റെ വഴിക്ക് നടക്കാതെ അധർമ്മത്തിൻ്റെ വഴിക്ക് മാത്രം നടന്നിട്ടുള്ള ആളുകൾ, ആ ആളുകൾ വന്ന് പറയുകയാണ് നമ്മോട് ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഞങ്ങളിതാ രാജിവെക്കും. വിശ്വസിക്കാൻ കൊള്ളുമോ? വിശ്വസിക്കാൻ പറ്റുകയില്ലല്ലോ. ആ പറയുന്നതിൻ്റെ വിഡ്ഢിത്തമെങ്കിലും അവർ മനസ്സിലാക്കേണ്ടിയിരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ പറയുന്ന സിനിമാ കൊട്ടകയിൽ ഈ മോളിവുഡിലോ ബോളിവുഡിലോ ഒക്കെ ആയാൽ പോലും അതിക്രമത്തിന് മുതിരാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അതിന് തയ്യാറാവാത്ത ആളുകളെ കണ്ടെത്താൻ പ്രയാസമായിരിക്കും, വളരെ ചുരുക്കമായിരിക്കും. അന്തസ്സോടെ നിൽക്കുന്ന ആളുകളുണ്ട്, അവരെ നമുക്ക് മാറ്റി നിർത്താം. പക്ഷെ അതിലധികം പേരും ഈ പറയുന്ന പരാതി വന്നിട്ടുള്ള ആളുകളെ കുറിച്ചുള്ള ധാരാളം കഥകൾ നാട്ടിൽ നിലവിലുണ്ട്. അവർ അതിക്രമം കാണിച്ചിട്ടുള്ള സിനിമാ താരങ്ങൾ മാത്രമല്ല, മറ്റ് താരങ്ങളുമുണ്ട്, മറ്റ് സ്ത്രീകളുമുണ്ട്, മറ്റ് യുവതികളുമുണ്ട്, ധാരാളമായിട്ട് വിവാഹിതരും അവിവാഹിതരുമൊക്കെ ആയ അത്യാവശ്യം കാണാൻ കൊള്ളുന്നവർ എന്ന് തോന്നുന്നവരെയൊക്കെ തന്നെ സിനിമാ നടന്മാർ പല രീതിയിൽ പ്രലോഭിപ്പിച്ചതിൻ്റെ യഥാർത്ഥ സംഭവങ്ങൾ തന്നെ ധാരാളമുണ്ട്. അത് നമുക്ക് പേരെടുത്ത് പറയുന്നത് ആശ്വാസ്യമായിരിക്കുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവർ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. ഇനി പരാതികളുമായിട്ട് ഇപ്പോൾ രംഗത്ത് വരുന്ന, അതായത് വർഷങ്ങൾക്ക് ശേഷം രംഗത്ത് വരുന്ന, അവർ പറയുന്നത് ശരിയായിരിക്കാം, അവർ ഇരയാക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം, ഹീനമായി പീഡിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം, അങ്ങനെ പല സംഭവങ്ങളും നടന്നിട്ടുണ്ടായിരിക്കാം. അതൊന്നും നടക്കാൻ പാടില്ലാത്തതുമാണ്. അതെല്ലാം തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ടതും ശിക്ഷിക്കപ്പെടേണ്ടതുമൊക്കെയാണ്. പക്ഷേ അവരെന്തിനാണ് ഇത്ര കാലം വൈകിയത്? അവർ പരാതികൾ കൊടുക്കാനും പറയാനും ഇത്ര കാലം വൈകിയത് എന്തിനാണ്? അവിടെ അവരുടേതായ ഒരു സ്വാർത്ഥ താല്പര്യമുണ്ട്. ഈ ഫീൽഡിൽ ഏറ്റവും മികച്ച താരങ്ങളാവുക, അതിനെന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം കുഞ്ഞുങ്ങളെ, പെൺകുട്ടികളെ കൊണ്ടുവരുന്ന മാതാക്കന്മാർ വരെയുള്ള സംസ്ഥാനമാണ് കേരളം, രാജ്യമാണ് ഇന്ത്യ.
അതൊക്കെ ഈ ഫീൽഡുമായി ബന്ധപ്പെട്ട സിനിമാ ലോകവുമായി ബന്ധമുള്ള ആളുകൾക്ക് പച്ചവെള്ളം പോലെ അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. നിങ്ങൾ സിനിമാ ഷൂട്ടിംഗ് സൈറ്റിൽ കാണാൻ ചെന്ന് നോക്കിയാൽ പോലും അവിടെ നടക്കുന്ന പലതരത്തിലുള്ള ഹീനമായ പ്രവണതകളും നമുക്ക് കണ്ണിൽ കാണാൻ കഴിയുന്നതുമാണ്. അതെല്ലാം തന്നെ പുരോഗമനത്തിൻ്റെയും വികസനത്തിൻ്റെയും അതുപോലെ സിനിമാ ഫീൽഡിൻ്റെ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കണക്കാക്കുക. അതൊക്കെ അന്തസ്സിൻ്റെയും അഭിജാത്യത്തിൻ്റെയും ഒക്കെ ഭാഗമാണ് എന്ന് കണക്കാക്കുക. നമ്മൾ അതിനെ എതിർക്കാൻ പോകുന്നവരൊക്കെ തന്നെ പ്രാകൃതന്മാരും പഴഞ്ചന്മാരും ഒക്കെ ആയിട്ട് ചിത്രീകരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. ആ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ മുഴുവനും. അതിനാണ് നാം ശിക്ഷിക്കാൻ ആവശ്യപ്പെടുന്നത്. ശിക്ഷിക്കേണ്ടത് തീർച്ചയായിട്ടും ഭരണകൂടത്തിൻ്റെയും പോലീസിൻ്റെയും നിയമ വ്യവസ്ഥയുടെയും ബാധ്യതയാണ്. യാതൊരു സംശയവുമില്ല. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് തന്നെ നമുക്ക് പറയാം. തീർച്ചയായിട്ടും അത് സംഭവിക്കട്ടെ എന്ന് ആശിക്കാം.